ഇതാണ് എൻ്റെ പ്രോജക്റ്റ്. ഞാൻ പറയാമെന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ഇത് അരവിന്ദേട്ടൻ്റെ അച്ഛൻ വെച്ച വീടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം 35 വർഷം കഴിഞ്ഞതിന് ശേഷം അത് റിനോവേറ്റ് ചെയ്തു. അതായിരുന്നു എൻ്റെ പ്രോജക്റ്റ്. ഇത് 3 പേർക്കും കൂടെ ഉള്ള വീടാണ്. അരവിന്ദേട്ടൻ്റെ അനിയനും സിസ്റ്ററിനും കൂടെ ഉള്ള വീടാണ്. മുകളിലത്തെ ഭാഗം മാത്രം അനുജൻ ജസ്റ്റ് ഒന്ന് വീടൊക്കെ കുറച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ച് നല്ലൊരു 2 റൂമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ താഴെ ഭയങ്കര ഷാബിയായിരുന്നു. അപ്പം അദ്ദേഹം മുകളിൽ പറഞ്ഞ കാരണം നമ്മളിപ്പോൾ താഴെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾ 3 പേർക്കും കൂടെ ഉള്ളതാണെങ്കിലും ഞങ്ങൾ ചെയ്തു. അത് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഞാനത് പറയണേന്ന് പറയട്ടെ. യു ഷുഡ് നോട്ട് തിങ്ക് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം ദിസ്. ഇതിൽ 10 ഇട്ടാൽ നാളെ ഇതിൽ 100 കിട്ടുമോ? അതുകൊണ്ടല്ല. നമ്മൾ ജോലി ചെയ്ത് നമുക്ക് പണം ആകുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട്, അതായത് ഇവിടെ ഇപ്പോൾ അമ്മയാണ് ജീവിക്കാൻ പോകുന്നത്, ഞാനല്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മകൻ കൊടുക്കുന്ന ഗിഫ്റ്റ് അത് പറയണ്ടേ ഞാൻ നിങ്ങളോട്? അതൊരു ഇൻസ്പിറേഷനല്ലേ? അതിനകത്ത് 3 ഇപ്പോൾ വിൽക്കുന്ന കാലത്ത് ഇതിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാണിച്ചു തരാം ഞാൻ ഉണ്ടെങ്കിൽ പോലും ഇത് എന്താ പറയുക 3 പേർക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് കാണാം, ചെറുതായിട്ട് കാണാം കേട്ടോ ഇവിടെയൊക്കെ ഇതൊക്കെ ചെയ്തത്. ഒന്നും ഇങ്ങനെ അകത്തേക്ക് അങ്ങനെ അത്രയും സെറ്റ് ആക്കിയിട്ടില്ല. അത് പിന്നെ ഒരു ദിവസം ഞാൻ കാണിക്കാവേ. ഞാനത് തുളസിത്തറ വെപ്പിച്ചു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു തുളസിത്തറ വേണം എന്ന് പറഞ്ഞിട്ട് അതൊരെണ്ണം ഉണ്ടാക്കിച്ചു. ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണം. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാവേ. പിന്നെ ഈ വരാന്ത ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പഴയതായി കിടക്കുമായിരുന്നേ. അപ്പം ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ സെറ്റാക്കി ഇതെല്ലാം പൊളിച്ച് കളഞ്ഞ് ഇതെല്ലാം പുതിയ ഡോറെല്ലാം എടുത്ത് കണ്ടോ, ഇതിനേക്കാളും വലിയ ഡോറൊക്കെ എടുത്ത് ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ടാക്കി. വീട് നമുക്ക് എങ്ങനെയായിരുന്നുവോ നമുക്ക് ഈ വീടുണ്ടല്ലോ ഉപയോഗപ്രദമാക്കി. ഈ വരാന്തയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന, പക്ഷെ ഇതെല്ലാം ഞങ്ങൾ പൊളിച്ച് പണിത് ഇങ്ങനെ അങ്ങോട്ടേക്ക് കാണാൻ പറ്റുമായിരിക്കേ. ഉള്ളിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല, ബിക്കോസ് എന്താണെന്നറിയോ, ഒന്നും സെറ്റാക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇനി സെറ്റാക്കി കഴിഞ്ഞ് ഒരു ദിവസം കാണിക്കാം. നിങ്ങളെല്ലാവരും ചേച്ചി എന്താ കാണിക്കാത്ത ചേച്ചിയുടെ പ്രോജക്റ്റ് എന്തുമായിരുന്നു എന്ന് ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു നഷ്ടക്കച്ചവടം പ്രോജക്റ്റാണ്. ഇറ്റ് ഈസ് നോട്ട് എ ബിസിനസ്, ബട്ട് ഐ വോണ്ടഡ് ടു ടെൽ യു. നിങ്ങൾ നോക്കൂ, നമ്മളെല്ലാത്തിനും നമ്മൾ എന്താ പറയുക, കമന്ന് വീണ കാൽപ്പണം എന്നുള്ളത് നല്ല സ്വഭാവമോ പ്രവണതയോ അല്ല. നമ്മളിത് ഒന്നും മുകളിലോട്ട് ആരും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലേ? അപ്പോൾ ഇത് എല്ലാവർക്കും പ്രചോദനമാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പം നമ്മളൊരു മാതൃകയാവാമല്ലോ. നമ്മളൊരു എന്താ പറയുക, മൂത്ത മകൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു?